നമുക്ക് ഇതിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം എന്ന രീതിയിൽ പരിഗണിക്കാവുന്നത് DC ബുക്സിന്റെ ഔദ്യോഗിക വിശദീകരണമാണ്. അതായത് ഇങ്ങനെ ഒരു പുസ്തകം വരുന്നു എന്ന കാര്യം DC ബുക്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. EP ജയരാജന്റെ തുറന്നെഴുത്തു വരുന്നു, ഉടൻ വരുന്നു, പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുകയാണ് EP ജയരാജൻ എന്ന ഒരു ടാഗ് ലൈനോട് കൂടി തന്നെയാണ് ഇക്കാര്യം DC ബുക്സ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നത്. ഉടൻ ഈ DC ബുക്സിലൂടെ പുറത്തു വരുന്നു. അതായത് DC ബുക്സ് അവരുടെ പുതിയ പുസ്തകങ്ങൾ പുറത്തിറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യാമ്പയിൻ, അത്തരം അറിയിപ്പുകളുടെ ഭാഗമായി തന്നെ ഈ പുസ്തകമുണ്ട് എന്ന കാര്യം അദ്ദേഹം ഈ DC ബുക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഇത്തരമൊരു ബുക്കുണ്ട്. ആ ബുക്ക് EP ജയരാജൻ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം വ്യക്തതയില്ല. പക്ഷേ DC ബുക്സ് ആവർത്തിക്കുന്നത് പുസ്തകം പ്രസിദ്ധീകരണമായി ഇന്ന് തന്നെ പുസ്തകം പുറത്തിറങ്ങുമെന്ന കാര്യമാണ്. ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ടോ ഈ രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലോ EP ജയരാജൻ അതിൽ നിന്ന് പിന്മാറിയോ അതല്ലെങ്കിൽ മറ്റെന്താണ് സംഭവിച്ചത്, ഇക്കാര്യത്തിലാണ് ഒരു വ്യക്തത ഇനി വരുന്നത്. തീർച്ചയായും അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കണം. DC ബുക്സ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ജയരാജൻ അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇതിനകം തന്നെ അരുണിനോട് സംസാരിച്ചു കഴിഞ്ഞു. അതിൽ പൂർണ്ണമായും അത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു പുസ്തകം അത്തരം ചില പരാമർശങ്ങളില്ല, അതിന്റെ പൂർത്തീകരണമായിട്ടില്ല, ആ പുസ്തകം ഇന്ന് പുറത്തിറങ്ങില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ EP ജയരാജൻ പറയുന്നുണ്ട് നമ്മളോട്. അത് കൂടി കണക്കിലെടുക്കണം സഹിത്ത്, അത് വളരെ പ്രധാനമാണ്. കാരണം DC ബുക്സ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇങ്ങനെ ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്, ഇങ്ങനെ അവർ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ അതിലൊരു മാറ്റമൊക്കെ വന്നേക്കാം. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അങ്ങനെ ഒരു പുസ്തകം പുറത്തിറങ്ങുമോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ആ പുസ്തകത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് ഏത് തലം വരെ പോകുമെന്നത് കാത്തിരുന്ന് കാണണം. ഇപ്പോൾ പുറത്തു വരുന്ന നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, നമ്മളിപ്പോൾ കിട്ടിയ PDF-കളിലൊക്കെ പാർട്ടിയോടുള്ള തന്റെ ചില അസംതൃപ്തി അദ്ദേഹം പറയുന്നുണ്ട്. അത് കൃത്യമാണ്. കാരണം ഈ LDF കൺവീനർ സ്ഥാനത്ത് തന്നെ പുറത്താക്കിയ കാര്യത്തിൽ നിന്നൊരു നീതി ന്യായം ഉണ്ടായില്ല. താനൊരു മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് അവിടെ നിന്നാണ്, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ്. പക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നതൊക്കെ അദ്ദേഹത്തിന് അസംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യം ചേർത്ത് വെക്കുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. EP ജയരാജൻ അത് പൂർണ്ണമായും നിഷേധിക്കുന്നു. അങ്ങനെ ഒരു പുസ്തകമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം വളരെ നിർണായകമാണ്. അതുകൂടി കണക്കിലെടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കേണ്ടി വരും സൈത്ത്, എൻ്റെ ഒരു വ്യക്തത വരാനായി. അതെ, അല്പൂടെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും DC ബുക്സ് ഔദ്യോഗികമായി തന്നെ ഇത്തരം പുസ്തകമുണ്ട് എന്ന കാര്യം അവർ ഔദ്യോഗിക ഹാൻഡിലുകളോടെ അറിയിച്ചതാണ്. ഇനി അതിൽ ഒരു വിശദീകരണത്തിന്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, പുസ്തകമുണ്ട്, അപ്രിയമായ ചില സത്യങ്ങൾ അതിൽ വിളിച്ചു പറയുന്നുണ്ട്. അതിൻ്റെ PDF കോപ്പികളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ആ പേജിൻ്റെ ഉള്ളടക്കം ബുക്കിൻ്റെ ഉള്ളടക്കമാണ് നമ്മൾ കണ്ടത്. എന്തായാലും EP ജയരാജൻ നിഷേധിച്ചെങ്കിൽ കൂടിയും ഇത്തരമൊരു പുസ്തകമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അദ്ദേഹം ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന വാദമാണ് EP ജയരാജൻ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നത്തെ ദിവസം കരുതലോടെ വേണം CPM കേന്ദ്രങ്ങളുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാൻ. കാരണം വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് കാര്യമായ വിവാദങ്ങളിലേക്ക് പോവാതെ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമമുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ EP ജയരാജൻ ഇപ്പോൾ നിഷേധിക്കുന്ന എന്തുകൊണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം ആവർത്തിക്കുന്നു പുസ്തകം പൂർത്തിയായിട്ടില്ല എന്ന കാര്യം. പക്ഷേ DC ബുക്സ് അത് പുസ്തകം പൂർത്തിയായിട്ടുണ്ടെന്നാണ് അവരുടെ വാദം. തീർച്ചയായും അതിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരണം, കാര്യങ്ങൾ വ്യക്തമാക്കണം. അത് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം. പാർട്ടിയെ ജയരാജൻ വീണ്ടും വെട്ടിലാക്കുന്നോ അതോ ഇന്ന് പുസ്തകം പുറത്തിറങ്ങില്ലേ, ഈ പുസ്തകത്തിലെ ഇപ്പോൾ പുറത്തു വരുന്ന PDF-ലുള്ള കാര്യങ്ങൾ ആ പുസ്തകത്തിന്റെ ഭാഗമാണോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത